നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 8 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം ഒന്ന് പരിശോധിക്കാം. 8 ശനിയുടെ ചിഹ്നമായി നിൽക്കുന്ന സംഖ്യയാണ്. ഏതു മാസത്തിലെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 8 ജന്മസംഖ്യയുള്ളവരാണ്. മറ്റു സംഖ്യകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സംഖ്യയാണ് 8. വളരെയധികം നന്മകളും അതിൻ്റെതായിട്ടുള്ള മേന്മകളും തത്തുല്യമായ തിന്മകളുമുള്ള വിചിത്രമായ ഒരു സംഖ്യ കൂടിയാണ് 8. ജന്മസംഖ്യ 8, അതിന്റെ അധിപൻ ശനിയാണ്. സൗഹൃദ സംഖ്യകളായി 4, 5, 6, 8 എന്നീ സംഖ്യകളാണ് പറയുന്നത്. രാഹു, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 3 ആണ് പറയുന്നത്. വ്യാഴമാണ് സമൻ. ശത്രുസംഖ്യകളായി 1, 2, 7, 9 എന്നീ സംഖ്യകളാണ് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ശത്രുഗ്രഹങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജന്മാക്ഷരം H, Q, Z എന്നീ അക്ഷരങ്ങളാണ്. അനുകൂല നിറങ്ങൾ കടും നീലയും കറുപ്പുമാണ്. രത്നം ഇന്ദ്രനീലമാണ്. ലോഹം ഇരുമ്പാണ്. ഇവരുടെ യോജിച്ച തൊഴിലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സർവീസ് സെക്ടർ, തൊഴിലാളികൾ, സർക്കാർ സേവകർ, പൊതുപ്രവർത്തനം, റെയിൽവേ, വിനോദസഞ്ചാരം, സാഹിത്യം, കല തുടങ്ങിയവ അനുകൂല തൊഴിലുകളാണ്. നമുക്ക് ഇവരുടെ സ്വഭാവം കൂടി ഏകദേശം ഒന്ന് പരിഗണിക്കാം. ഇവർ അഗാധവും സാന്ദ്ര സ്വഭാവത്തോടു കൂടിയുള്ളവരായിരിക്കും. തികഞ്ഞ വ്യക്തിത്വം പുലർത്തുന്നവരാണ്. ഇവർ മതനിഷ്ഠയുള്ളവരാണെങ്കിൽ അങ്ങേയറ്റത്തെ മതനിഷ്ണാതരായിരിക്കും. സ്വാഭിപ്രായ സമർത്ഥനത്തിന് എതിർവാദങ്ങളെയും വിപരീത ശക്തികളെയും ബുദ്ധിപൂർവം ഖണ്ഡിച്ച് ശത്രുക്കളെ ഇവർ സൃഷ്ടിച്ചേക്കാം. ഇവർ ഒന്നുകിൽ ഉത്കൃഷ്ട വിജയികൾ അല്ലെങ്കിൽ പരമപരാജിതർ ആയേക്കാം. അല്ലാതെ ഒരു മധ്യനില ഇവർക്കുള്ളതായി കാണുന്നില്ല. ഇവർ വേദാന്ത രഹസ്യങ്ങൾ അറിഞ്ഞവരും തത്വജ്ഞാനികളുമായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സ്വഭാവമുള്ളവരായിരിക്കും. ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ ഇവർക്ക് ഉറക്കമുണ്ടാവുകയില്ല. പുറമേ ക്രൂരനായും കഠിന ഹൃദയമുള്ളവരായും തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ആർദ്രതയുള്ളവരും ആരെയും സഹായിക്കാൻ സന്നദ്ധതയുള്ളവരുമായിരിക്കും. എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉള്ളു തുറന്ന് ഒന്നും പറയുകയുമില്ല. എത്ര സന്തോഷം വന്നാലും ഇവർ ചെറുതായി ഒന്ന് പുഞ്ചിരി തൂകും എന്നല്ലാതെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്നും കാഴ്ചവെക്കുകയുമില്ല. ഇവർ പുഞ്ചിരി
തൂകുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. നീതിബോധത്തോടും സത്യസന്ധതയോടും മനസാക്ഷിക്ക് അനുസരണമായിട്ടായിരിക്കും ഇവർ ജീവിതം നയിക്കുന്നത്. എന്തു തൊഴിലും ചെയ്യാൻ ഇവർ സന്നദ്ധരാകും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള ക്ഷമാശീലവും സഹനശക്തിയും മാനസിക പക്വതയും ബുദ്ധിചാതുര്യവും ഇവർക്കുണ്ടാകും. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവർ പരമലുബ്ധരായിരിക്കും. അതുകൊണ്ട് ഇവരുടെ കൈവശം ഒഴിയാതെ പണം ഉണ്ടായിരിക്കും. പണം കടം കൊടുത്താൽ മുഴുവനും തിരിച്ചു കിട്ടുകയുമില്ല. മറ്റൊരു മാർഗത്തിൽ ആ നഷ്ടം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇവരുടെ ബാല്യം പീഡകൾ നിറഞ്ഞതായിരിക്കും. ഇവർക്ക് പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷമേ വിജയം സിദ്ധിക്കുകയുള്ളൂ. ഇവർ പരസഹായം പ്രതീക്ഷിക്കുകയില്ല. സ്വപരിശ്രമം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ ശരീരപ്രകൃതി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പൊക്കമുള്ള ശരീരമുണ്ടായിരിക്കും. നല്ല അവയവഘടന ഉണ്ടായിരിക്കും. മൂർച്ചയുള്ള നോട്ടം ഉണ്ടാകും. പല്ലുകൾ എല്ലാം ക്രമമായിരിക്കുകയില്ല. അതുകൊണ്ട് ചിരി വന്നാൽ ഇവർ കഴിവതും വാ തുറക്കാതിരിക്കാൻ നോക്കും. എന്തിനും പുഞ്ചിരി മാത്രം. തലമുടി ഇവർക്ക് ചുരുണ്ടതായിരിക്കും. പ്രായമാകുമ്പോൾ മുടി കൊഴിച്ചിലും ഉണ്ടാകും. 8 ജന്മസംഖ്യയുള്ളവരിൽ അധികം പേരും അർദ്ധകഷണ്ടിയോ പൂർണ്ണകഷണ്ടിയോ ബാധിച്ചവരായിരിക്കും. ഇവരുടെ ആരോഗ്യം കൂടി നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ചെറുപ്പത്തിൽ ഉദരസംബന്ധമായിട്ടുള്ള രോഗം പിടിപെടാൻ ഇടയുണ്ട്. കുടൽ ബലക്ഷയമുള്ളതായിരിക്കും. രക്തത്തിൽ വിഷാംശം കലർന്നിരിക്കും. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും തലവേദനയും ഉണ്ടാകും. യോഗാസനങ്ങൾ ശീലിച്ചാൽ രോഗശമനം ഉണ്ടാകുന്നതുമാണ്. 17, 26, 35, 44, 53, 62, 71, 80, 89 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. ഇവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഉചിതമാണ്. ലഹരി പദാർത്ഥങ്ങളും വർജിക്കേണ്ടതാണ്. സസ്യാഹാരം ശീലിക്കുന്നതാണ് ഉത്തമം. ചീര, ചെറുനാരങ്ങ, നെല്ലിക്ക, തേൻ ഇവകൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് ഉത്തമമാണ്. നമുക്കിനി ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടുതലായി ഒന്ന് പരിശോധിക്കാം. ഇവർ 1 അല്ലെങ്കിൽ 4 ജന്മസംഖ്യയുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഉത്തമം. 1, 4, 8 എന്നീ സംഖ്യാജാതകരുമായി പ്രേമബന്ധം ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങൾ ഇവർക്ക് കുറവായിരിക്കും. ഇവരുടെ തൊഴിൽ നമുക്ക് കൂടുതലായി ഒന്ന് പരിശോധിക്കാം. മതപരമായിട്ടുള്ള തൊഴിലുകൾ, നീതിന്യായം, സേവന മേഖലകൾ എന്നിവ ഇവർക്ക് അനുകൂലമാണ്. ബഹുമുഖ പ്രതിഭകളാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൂടുതൽ സാധ്യത. അതിൽ ഉയർച്ചയും ഉണ്ടാകും. 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് ഗതാഗത വകുപ്പിൽ ഉദ്യോഗം ലഭിക്കാനാണ് സാധ്യത. സ്വയം തൊഴിലോ വ്യാപാരമോ നടത്തുന്നതിനേക്കാൾ സർക്കാർ ഉദ്യോഗമാണ് ഇവരെ ഉന്നതിയിലെത്തിക്കാൻ സാധ്യത. 8 ജന്മസംഖ്യക്കാരായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിശോധിക്കാം. നാടകകൃത്തും ചിന്തകരുമായ ജോർജ് ബെർണാഡ് ഷോ, ശാസ്ത്രജ്ഞനായ ഹംഫ്രി ഡേവി, സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക്, വസൂരിക്കെതിരായ പ്രതിരോധ കുത്തിവയ്പ് കണ്ടെത്തിയ ജന്നർ, ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്, ഹോളിവുഡ് സിനിമാ താരം എലിസബത്ത് ടെയ്ലർ, അമേരിക്കൻ വ്യവസായ പ്രമുഖനായിരുന്ന ജെ.സി. റോക്ക്ഫെല്ലർ, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ 8 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.